ഭജന പ്രഘോഷണത്തിനായിട്ട് കടന്നു വന്നത് അനു അച്ഛനാണ്. അച്ഛനെ നമ്മുടെ ദേവാലയത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. അതോടൊപ്പം സഹകാർമ്മികനായിരിക്കുന്ന ആൻസർ അച്ഛനെയും നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ദിവ്യബലിയിൽ നേതൃത്വം നൽകുക സെന്റ് ജോസഫ് BCC യൂണിറ്റും സെന്റ് ജോർജ് BCC യൂണിറ്റുമാണ്. ആ കുടുംബാംഗങ്ങളിലെ ആ BCCയിലെ എല്ലാ കുടുംബാംഗങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ബിജുകുമാർ DS, പ്രിയ, ആനി, അലൻ, രഞ്ജിത്ത് DS, ദിവ്യ, ഡെമിയ, കെനിയ, കെവിൻ, തങ്കമണി, രാജമ്മ, സുരേഷ്, സെൻസാവ്, സിന്ധു, അജിൻ, ജ്യോതി, അതുൽ, ഷൈജു, അശ്വതി, അക്ഷര, രാധ, സ്വർണമ, അപ്പുകുട്ടൻ, സുശീല, ചന്ദ്രക, സൗമ്യ, അലീന ചന്ദ്ര, അശ്വിൻ ചന്ദ്ര, മോഹനൻ, റോസ്മേരി, അനു, ദിവ്യ, ആദിത്യ, ക്രിസ്റ്റി, വർഗീസ്, ഔറേലിയ, NN തോമസ്, സെസിലി, അജികുമാർ, സൗമ്യ, ആൽവിൻ, അയോണ, ആൽബർട്ട്, ബിന്ദു, സ്നേഹ, വിനി, സഞ്ജന, എഡ്ന, വിൻസ്, ക്രിസ്റ്റി, ദേവദാസൻ, ലീല, ജോയിഡി, ബെല്ല, അമൽ ജോയ്, അർച്ചന, സുന്ദരൻ, ലളിത, ബിജു TK, മേരി ജോസ്, പിയ ബിജു, ലീല, ജ്യോതിഷ് കുമാർ, രമ്യ, അഖിൽ, അമൽ, കുട്ടപ്പൻ, കുഞ്ഞുമോൾ, അനിഷ, അബിൻ, ജോയി കുമാർ, ബിന്ദു, അനൂപ്, ആൻസി എന്നിവരെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വളരെ ശക്തമായി BCC യൂണിറ്റിൽ പ്രവർത്തിക്കുവാനും ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോട് പ്രവർത്തിക്കുവാനായിട്ട് ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വഴി അങ്ങേ ജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ ഞങ്ങൾ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
പുസ്തകത്തിൽ നിന്ന്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു. മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മരമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. താവളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. വിളകൾ ആദ്യ ഫലവുമായിരുന്നു. അതിൽ നിന്ന് ഭക്ഷിച്ചവർ വിലകൊടുക്കേണ്ടി വന്നു. അവരുടെ മേൽ വിനാശം നിബന്ധിച്ചു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്ത് കൊണ്ടുവന്നു. അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എന്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു, എന്റെ അവകാശം മ്ലേച്ഛമാക്കി. കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല. നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല. ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു. പ്രവാചകന്മാർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു. വ്യർത്ഥമായവയെ പിൻചെല്ലുകയും ചെയ്തു. ആകാശങ്ങളെ ഭയന്നു നടന്നുവിൻ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ശിഷ്യന്മാർ അടുത്തെത്തി യേശുവോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്ന എന്തുകൊണ്ട്? അവൻ മറുപടി പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുക വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്കത് ലഭിച്ചിട്ടില്ല. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നുമില്ല, ഗ്രഹിക്കുന്നുമില്ല. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹബഹുമാനപ്പെട്ട ഇടതുവികാരി വിനുവർഗീസച്ച സഹകാർമ്മികനും സ്നേഹബഹുമാനമുള്ള മാൻസിലച്ച സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധയുടെ തിരുനാളിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും
നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തോടെ ആശംസിക്കുകയും നേരുകയും ചെയ്യുന്നു. വിശുദ്ധ അന്നയുടെ ജീവിതം പോലെ സുഹൃതം നിറഞ്ഞ ഒരു ജീവിതം. പരിശുദ്ധ അമ്മയ്ക്ക് ജന്മം നൽകുവാൻ ഭാഗ്യം ലഭിച്ചതുപോലെ സുഹൃതം നിറഞ്ഞ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നയിക്കുവാൻ സാധിക്കട്ടെ. ഈ തിരുനാൾ ആഘോഷങ്ങളിലൂടെയെല്ലാം ഈ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. ഇന്നത്തെ വചന സന്ദേശത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വളരെയധികം സമകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സമൂഹത്തിലും സഭയിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും വളരെയധികം പ്രാധാന്യമുണ്ട് മാധ്യമങ്ങൾക്ക്. ജനിച്ചു വീഴുന്നത് തന്നെ, ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് തന്നെ മാധ്യമങ്ങളുടെ ഇടയിലേക്കാണ്. പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളുടെയും 2-3 വയസ്സായ കുട്ടികൾ വരെ വളരെ സുന്ദരമായി ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നാം കാണാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. റീൽസും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് ആഘോഷിക്കുന്ന ചെറിയ കുട്ടികൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. സമൂഹത്തിൽ പ്രധാനപ്പെട്ടവയായതുകൊണ്ട് തന്നെ, മനുഷ്യ ജീവിതത്തിലും പ്രധാനപ്പെട്ടവയായതുകൊണ്ട് തന്നെ സഭയെ സംബന്ധിച്ചും മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ 1963 മുതൽ, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ കാലം മുതൽ നവമാധ്യമങ്ങളെ കുറിച്ചുള്ള ധാരാളം പ്രബോധനങ്ങളും പഠനങ്ങളും നിർദ്ദേശങ്ങളും സഭ നൽകിയിട്ടുണ്ട് എന്നത് എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് സഭ ഈ നവമാധ്യമങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിന് തെളിവാണ്. 1963 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ച മാധ്യമങ്ങളെ പറ്റി മാത്രമുള്ള ഒരു ഡിഗ്രിയാണ് വിസ്മയനീയ കണ്ടുപിടുത്തങ്ങൾ. അതോടൊപ്പം തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ അജപാലന രേഖയായ സഭ ആധുനിക യുഗത്തിൽ സഭയുടെ പ്രേക്ഷിതത്വത്തെ കുറിച്ചുള്ള ദൈവത്താൽ ലോകത്തിലേക്ക് എന്ന ഒരു രേഖ ഇതിലെല്ലാം. അതോടൊപ്പം തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഇന്റർനെറ്റിന്റെ ധാർമ്മികത, ഇന്റർനെറ്റും സഭയും, അതുപോലെ ആശയവിനിമയ രംഗത്തെ ധാർമ്മികത, 1967 മുതൽ 2024 വരെ ലോക മാധ്യമ ദിനം ആചരിച്ചുകൊണ്ട് അന്നേ ദിവസം പാപ്പ നൽകുന്ന സന്ദേശങ്ങൾ തുടങ്ങി നിരവധിയായുള്ള സന്ദേശങ്ങളും പ്രബോധനങ്ങളും സഭ മാധ്യമങ്ങളെ പറ്റി നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2023 സാമൂഹിക കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും
ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. എപ്രകാരം മാതൃക നിറഞ്ഞൊരു ജീവിതവും നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അച്ഛൻ തന്റെ വചന പ്രഘോഷണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിച്ചത്. തീർച്ചയായിട്ടും കൊടുത്ത വിഷയത്തിൽ തന്നെ അച്ഛൻ നല്ല രീതിയിൽ പഠിച്ചു വന്നുകൊണ്ടാണ് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള വചന പ്രഘോഷണം നമുക്കായിട്ട് നൽകിയത്. നല്ല സന്ദേശങ്ങളാണ്, നല്ല ആശയങ്ങളാണ് അച്ഛൻ നമുക്കായിട്ട് പകർന്നു നൽകിയത്. ഈ ഒരു ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കാം. അല്ലെങ്കിൽ വെളിച്ചം കൊടുക്കാതെ മുനിഞ്ഞ്, അതായത് വെളിച്ചം കൊടുക്കുന്നു പക്ഷെ അത് കൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കാതെ നല്ല വെളിച്ചം കൊടുക്കുന്ന, നല്ല പ്രകാശം കൊടുക്കുന്ന വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദിവസം മുഖ്യ കാർമ്മികനായിട്ട് കടന്നു വരികയും നമുക്കായിട്ട് വചന പ്രഘോഷണം നടത്തുകയും ചെയ്ത അനുസി അച്ഛന് നമ്മുടെ ദേവാലയത്തിൽ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ദിനീതിക്ക് നേതൃത്വം നൽകിയത് വിശുദ്ധ ജോസഫ്, വിശുദ്ധ ജോർജ് BCC അംഗങ്ങളാണ്. അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു. വചന വായന, വിശ്വാസിക പ്രാർത്ഥന, കാഴ്ചവയ്പ് എന്നിവയ്ക്ക് നേതൃത്വം കൊടുക്കുകയും മറ്റ് ആൾക്കാർ അലങ്കാരങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ഏറെ പ്രത്യേകിച്ച് മോഹനൻ, റോസ്മേരി, അനു, ദിവ്യ, ആദിൽ, ക്രിസ്റ്റി, വർഗീസ്, ഔറേലിയ, തോമസ്, സിസിലി, അജികുമാർ, സൗമ്യ, ആൽവിൻ, അയോണ, ആൽബർട്ട്, ബിന്ദു, സ്നേഹ, വിനീത്, സഞ്ജന, എഡ്ന, വിൻസ്, ക്രിസ്റ്റി, ദേവദാസൻ, ലീല, ജോയി ഡി, ബെല്ല, അമൽ ജോയ്, അർച്ചന, സുന്ദരൻ, ലളിത, ബിജു TK, മേരി ജോസ്, ബിയ ബിജു, ലീല, ജ്യോതിഷ് കുമാർ, രമ്യ, അഖിൽ, അമൽ, കുട്ടവൻ, കുഞ്ഞുമോൾ, അനീഷ, അബിൻ, ജോയ് കുമാർ, ബിന്ദു, അനൂപ്, ആൻസി, വിജുകുമാർ TS, പ്രിയ, ആനി, അലൻ, രഞ്ജിത്ത് TS, ദിവ്യ, കെമിയ, കെനിയ, കെവിൻ, തങ്കമണി, രാജമ, സുരേഷ്, സെൻസാവു, സിന്ധു, അജിൻ, ജ്യോതി, അതുൽ, ഷൈജു, അശ്വതി, അക്ഷര, രാധ, സ്വർണമ, അപ്പൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മയകരമായ രഹസ്യത്താൽ മാനവർ അങ്ങിൽ നിന്ന് നവജന്മം പ്രാപിക്കാൻ വേണ്ടി അങ്ങ് ഏകജാതൻ മാനവരാശിയിൽ നിന്ന് ജാതനാകാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അപ്പത്താൽ അങ്ങ് പരിപോഷിപ്പിച്ച അങ്ങേ മക്കളെ അങ്ങേ കാരുണ്യത്തിൽ ദത്തെടുപ്പിന്റെ ചൈതന്യത്താൽ വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
എല്ലാവരും ചേർന്ന് പറയാം. പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് ഉയർത്തി ഉറക്കെ പറയാം. ഹല്ലേലൂയ. വീണ്ടും ഉറക്കെ ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യം യേശു നമുക്ക് വേണ്ടി അർപ്പിച്ച, ഭക്ഷിക്കുവാൻ വേണ്ടിയും ആരാധിക്കുവാൻ വേണ്ടിയും നമുക്ക് വേണ്ടി തന്ന അപ്പമാണ് ഇത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം നടന്ന് കാൽനടയായി വരുന്ന വഴിക്ക് എലീം എന്ന സ്ഥലത്ത് വന്നപ്പോൾ അവരുടെ വേദന കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും അവർ പെരുപെറുത്തു. വിശപ്പ് കൊണ്ടും അവശത അനുഭവിച്ചതുകൊണ്ടും പെരുപെറുത്തു. നീ ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുപോവുകയാണോ എന്ന്, നീ ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുപോവുകയാണോ എന്ന് പെരുപെറുത്തപ്പോൾ അഹരോനും മോസസും യോശുവയും അവർക്കൊന്നും ഉത്തരം കൊടുക്കുവാൻ സാധിച്ചില്ല. ആ സമയത്ത് ദൈവം അവരുടെ കൂടെ വന്നുകൊണ്ടിരുന്നു. അത് അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ മോസസിനെ ദൈവം വിളിച്ചു പറഞ്ഞു, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വിശക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നു. അപ്പൊ ദൈവം വീണ്ടും നിർദ്ദേശം കൊടുക്കുകയാണ്. അവർക്ക് ഞാൻ സ്വർഗത്തിൽ നിന്നും അപ്പം വർഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സമാഗമന കൂടാരത്തിലേക്ക്, എല്ലാവരും കൂടാരത്തിലേക്ക് പോകുവാൻ പറയുക. നാളെ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കൊടുക്കുമെന്നാണ്. പ്രഭാതം വരെ കാത്തിരുന്ന ആ ജനം ചിലർ ഉറങ്ങിയില്ല ഈ ഭക്ഷണം കിട്ടുവാൻ വേണ്ടി. എളുപ്പകാലം അർദ്ധരാത്രിയൊക്കെ അവര് എഴുന്നേറ്റ് നോക്കി, കണ്ടില്ല. പ്രഭാതമായപ്പോൾ ഒരു തരത്തിലുള്ള വെളുത്ത് ഉരുണ്ട ലോലമായ ഒരു വസ്തു അവിടെ താഴെ കിടക്കുന്നത് കാണുന്നു. അപ്പൊ അവർ അത് നോക്കി, രുചിച്ചു നോക്കി. കുത്തമ്പാലരിയുടെ തേനിന്റെ ആ സ്വാദുള്ള, കാണാൻ ചന്തമുള്ള ലോലമായ ഒരു വസ്തു അവിടെ കിടക്കുന്നു. പരസ്പരം തിരിഞ്ഞു നോക്കി അവർ ചോദിച്ചു, മൻഹു എന്ന്. മൻഹു എന്ന വാക്ക് അതൊരു വാക്കല്ല, വാക്യമാണ്. മൻഹു, ഇതെന്ത് എന്നുള്ള ചോദ്യം. ഇത് എന്ത് എന്ന് പരസ്പരം നോക്കുകയും അവർ രുചിച്ചു നോക്കുകയും ചെയ്യുന്നു. മോസസ് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന അപ്പമാണ് ഇത്.